ചെറിയ അഴിമതിയല്ല, 500 കോടി രൂപയുടെ അഴിമതിയാണ്. 1000 കോടി രൂപയുടെ അഴിമതി നടത്താനാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ നടന്നില്ല. കർണാടകയിൽ നടന്ന ഭൂമി കുംഭകോണത്തെക്കുറിച്ചാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഭൂമി കുംഭകോണം. സർക്കാരിൽ നിന്ന് വ്യവസായം തുടങ്ങാൻ ഭൂമി ചെറിയ പാട്ടത്തിന് വാങ്ങിക്കുക, ആ ഭൂമി കുറച്ചു കാലം കൈവശം വെക്കുക, അതിനുശേഷം അതിൻ്റെ അവകാശം വാങ്ങിക്കുക, അതിന് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ കൂട്ടുനിൽക്കുക രാജീവ് ചന്ദ്രശേഖരന്. അങ്ങനെ വ്യവസായം നൽകാൻ പാട്ടത്തിന് നൽകിയ ഭൂമി സ്വന്തമാക്കി അതിനുശേഷം ഭൂമി വൻ തുകയ്ക്ക് മറച്ചു വിൽക്കുക. ജിൻഡാൽ, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനിക്കാണ് മറച്ചു വിറ്റത്. 500 കോടിയോളം രൂപയുടെ ലാഭമുണ്ടാക്കി ഒറ്റ ഭൂമി ഇടപാടിൽ. സുപ്രീം കോടതി അഭിഭാഷകനാണ് കർണാടക സർക്കാരിന് പരാതി നൽകിയത്. നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കേരളത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറി. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നോർക്കണം. BJPയുടെ ഒരു നേതാവും സംരക്ഷിക്കാൻ എത്തിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ. കേരളത്തിൽ തലമുതിർന്ന നേതാക്കളുണ്ട് BJPക്ക്. K. സുരേന്ദ്രനുണ്ട്, മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. V. മുരളീധരനുണ്ട്, മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. MT രമേശുണ്ട്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമാണ് എന്നാണ് പറയുന്നത്. PK കൃഷ്ണദാസ് ഉണ്ട്. അങ്ങനെ വളരെ മുതിർന്ന നേതാക്കളുണ്ട്. പക്ഷേ ആരും ഒരക്ഷരം സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, S. സുരേഷാണ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന ആൾ. അദ്ദേഹം മാത്രമാണ് രംഗത്തുള്ളത്, മറ്റാരുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാൻ, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തെ പ്രതിരോധിക്കാൻ ഒരു BJP നേതാവും രംഗത്തിറങ്ങുന്നില്ല. BJPയുടെ ഒരു പ്രവർത്തകനും രംഗത്തിറങ്ങുന്നില്ല. എന്തുകൊണ്ട്? K. സുരേന്ദ്രനോട് ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു. മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, അതാണ് രസകരം. കേൾക്കുക. അല്ല, അത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയായ വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു സംശയവുമില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഏത് BJP പ്രസിഡന്റ് വന്നാലും നിങ്ങളെ പണി ഇത് തന്നെയാണ്. അന്വേഷണം നടത്തേണ്ടത് ഞങ്ങളാണോ? അന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഞങ്ങളാണോ? അന്വേഷണം നടത്തേണ്ടത് ഇത് ആരോപണം ഉന്നയിക്കുന്നവരല്ലേ നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അക്കാര്യം അദ്ദേഹം വിശദീകരിക്കും. എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മറുപടി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് K. സുരേന്ദ്രൻ പറയുന്നത്. സാധാരണ K. സുരേന്ദ്രൻ അങ്ങനെയാണോ? BJPയുടെ ഏതെങ്കിലും നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ K. സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കണ്ട് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് K. സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വളരെ മെല്ലെ അത് അദ്ദേഹം വിശദീകരിക്കട്ടെ എന്ന നിലയിൽ ഒതുക്കുന്നു. ഒരു വാക്ക് പോലും പറയുന്നില്ല രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി. മറ്റൊരു നേതാവുണ്ട്, V. മുരളീധരൻ, കേന്ദ്രമന്ത്രിയായിരുന്നു, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. ഒരു നേതാവും പറയുന്നില്ല. പക്ഷേ ഒരു നേതാവ് വന്ന് പറഞ്ഞു, അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണോ K. സുരേന്ദ്രൻ പറഞ്ഞത് അതേപോലെ അതേ വാചകം അദ്ദേഹം പറഞ്ഞു. അതും കൂടി കേൾക്കാം. BJP അധ്യക്ഷന്റെ ക്രമക്കേടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് വരട്ടെ. അത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറച്ചു വിൽക്കുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണം വരും. അത് അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറയണം. ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയാം. ഇതാണ് VD സതീശൻ പറഞ്ഞത്. VD സതീശൻ കോൺഗ്രസ് നേതാവാണ്. കർണാടക ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. എന്തുകൊണ്ട്? ആരെ വിലക്കെടുത്തു എന്നാണ് അറിയേണ്ടത്. ഇനി കർണാടക മുഖ്യമന്ത്രിയുമായും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറുമായും നല്ല ബന്ധത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ
രാജീവ് ചന്ദ്രശേഖരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങണം. എന്തുകൊണ്ട് രൂക്ഷമായി ആക്രമിക്കുന്നില്ല? കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവാണ് എങ്കിൽ, CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു 100 രൂപയുടെ അഴിമതി തട്ടിപ്പ് നടത്തി എങ്കിൽ കേരളത്തിലെ വാർത്ത ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പക്ഷേ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ട് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല, മിണ്ടുന്നില്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ എന്നോർക്കണം. പറയുന്നത്, സംസാരിക്കുന്നത് CPIM നേതാക്കൾ മാത്രം. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് കടന്നാക്രമിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതിന് കർണാടക സർക്കാർ മുൻകൈ എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് മിണ്ടുന്നില്ല. VD സതീശനാണെങ്കിൽ ഒരു പതിഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു. എങ്ങനെയാണോ K സുരേന്ദ്രൻ പറയുന്നത് അത് അതേപോലെ ഏറ്റുപറയുന്നു. പ്രേക്ഷകർക്ക് 2 വീഡിയോയും കണ്ടപ്പോൾ അക്കാര്യം മനസ്സിലായിട്ടുമുണ്ടാകും. ഇതാണ് അവസ്ഥ. BJP-യിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയാകാൻ വന്നതാണ് കേരളത്തിലേക്ക്, ഒരുപാട് പണം മുടക്കി വന്നതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് BJP നേതാക്കൾ അദ്ദേഹത്തെ തിരിച്ചോടിക്കും എന്നാണ് ഇതെല്ലാം നൽകുന്ന സൂചനകൾ. ആരും അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കോർപ്പറേറ്റ് സ്ഥാപനം ഭരിച്ച കോർപ്പറേറ്റ് മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം അതേ രീതിയിലാണ് BJP-യെയും ഭരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്ന് BJP നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്ന ദിവസം കാത്തിരിക്കാം നമുക്ക്. ഒരു 6 മാസം കഴിഞ്ഞാൽ മതി.